എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ 9 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായിട്ട് നമുക്കറിയാം. അതിൽ കോഴിക്കോട് തന്നെ ഏതാണ്ട് 6ലധികം സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്തരം റെയ്ഡുകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്താണ് ഈ റെയ്ഡ് എന്നുള്ളത് നമ്മളൊന്ന് വിശദമായി ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വീണ ടിയുടെ കയ്യിൽ നിന്നും 2 ഡയറികൾ പിടിച്ചെടുക്കുകയും ആ ഡയറികൾ പിടിച്ചെടുത്ത പ്രകാരം നിരവധി സ്ഥലങ്ങളിൽ ഇവർ റെയ്ഡ് നടത്തുകയും ചെയ്തു. ആ റെയ്ഡ് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെന്ന് പറയുന്നത് ഒന്ന് റിയാസിൻ്റെ സുഹൃത്ത് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, അദ്ദേഹത്തെ നിഖിൽ, അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരുന്നു. അതുപോലെ അവരുടെ കോസ്മോസ് ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ പരിശോധന നടത്തുകയും അവിടെ ചോദ്യം ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത് വെസ്റ്റ് ഹിൽ DYFIയുടെ മേഖലാ സെക്രട്ടറി നന്ദുലാലിനെയും വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ പന്തീരാങ്കാവിലെ ക്യാപിറ്റൽ മാർബിൾസ് എന്ന സ്ഥാപനത്തിലും റെയ്ഡ് നടത്തിയിരുന്നു. കൂടാതെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന അവിടെ വീണ ടിക്ക് പങ്കാളിത്തമുണ്ടെന്നും അതുപോലെ വർക്ക് ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത്, അതൊരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് സപ്ലൈ ഫേമാണ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സപ്ലൈ ഓഫ് മെഡിക്കൽ എക്യുപ്മെൻ്റ് ആണ്. അവിടെയും ഈ പറയുന്ന പോലെ പരിശോധനകൾ നടത്തി. പക്ഷേ അതിൻ്റെ ഓഫീസ് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എവിടെയാണ് പരിശോധന നടത്തിയതെന്നറിയില്ല. പക്ഷേ ഇത്തരം സ്ഥലങ്ങളാണ് പരിശോധന നടത്താൻ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചില മണി ട്രെയിൽസ് ഉണ്ടാകും എന്നുള്ള ധാരണയിലാണ് ഈ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയണോട്ടെ. ഇന്നലെ വന്ന വാർത്തകളുടെ ചില അതിശയോക്തികളുണ്ട്. ഈ വാർത്ത നമ്മൾ വളരെ സൂക്ഷ്മമായി സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ റിയാസിൻ്റെ സുഹൃത്ത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P നിഖിലിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു മൊബൈൽ ഫോണൊക്കെ തന്നെ ട്രാക്ക് ചെയ്യുകയും അങ്ങനെ ട്രാക്ക് ചെയ്തതനുസരിച്ച് അദ്ദേഹം കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് കണ്ടെത്തുകയും അവിടെ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഈ പറയുന്ന ഫ്ലാറ്റിലെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ 135 കോടിയിലധികം വരുന്ന ക്രമക്കേടുകൾ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യത്തിനാണ് ഈ പറയുന്ന 1.25 കോടി രൂപ വീണ ടിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് മാത്രം റെയ്ഡ് നടത്തുന്നത്. റെയ്ഡ് നടത്തിക്കൊണ്ട് അന്വേഷിച്ചോട്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ റെയ്ഡ് നടത്തത് കൂടാതെ ഏതാണ്ട് 1 കോടി രൂപയുടെ അടുത്ത് ഇവർ കടമായിട്ട് ലോണായിട്ട് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വന്നാൽ 2.25 കോടി രൂപയുടെ ഇടപാടുകളാണ് ഇതിനകത്ത് വരിക. ഈ 2.25 കോടി രൂപയുടെ ഇടപാടുകൾ അന്വേഷിക്കേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അത് അന്വേഷിക്കട്ടെ. SFI അടക്കം നിരവധി ആളുകൾ അന്വേഷിച്ചതാണ്. 2021 മുതൽ അന്വേഷണങ്ങൾ തുടങ്ങിയതാണ്. പക്ഷേ ഈ അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടും ഇതേവരെയായിട്ടും വലിയ തോതിൽ ഏതെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെടുന്ന വാർത്തകളുടെ അതിശയോക്തി എങ്ങനെയെന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കണം. അതായത് ഒരു CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ P നിഖിൽ, അദ്ദേഹം അവിടെ വളരെ ലൈവായി ആക്റ്റീവായി കോഴിക്കോടുള്ള ഒരാളാണ്. ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷം വേണമെങ്കിൽ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചാൽ പോലും അദ്ദേഹത്തെ കിട്ടുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ലാതെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും മൊബൈൽ ട്രാക്ക് ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് എത്രമാത്രം അതിശയോക്തിപരമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. പിന്നെ കൂടാതെ ഞാൻ പറയുന്നത് ഇതൊക്കെ അന്വേഷണം നടക്കട്ടെ, പക്ഷേ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചരിത്രവും കൃത്യമായി പരിശോധിക്കുമ്പോൾ അവരുടെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ 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 താഴെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. കൂടാതെ അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഏജൻസിയായി, ഒരു ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായി പോലും അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഇപ്പോൾ സുവേന്ദു അധികാരി എന്ന് പറയുന്ന ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ, അദ്ദേഹം നാരദയുടെ സ്റ്റിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പണം മേടിക്കുന്നത് ക്യാമറയിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരാളാണ്. അതിലൂടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം BJPയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന പല അഴിമതി കേസുകളൊക്കെ തന്നെ അന്വേഷിക്കാതായി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിലെ മുഖ്യമന്ത്രിയാണ്. കൂടാതെ ഹിമന്ത ബിശ്വ ശർമ്മയും ഇതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങളൊക്കെ തീർന്നു എന്നുള്ളത് നമുക്കറിയാം. ഈയിടെ അന്തരിച്ചു പോയിട്ടുള്ള അജിത് പവാറിനെതിരെ BJP തന്നെ ഉയർത്തിയിട്ടുള്ളത് 30,000 കോടി രൂപയുടെ അഴിമതിയാണ്. ചില നേതാക്കൾ കടന്നുകൊണ്ട് അതൊരു 75,000 കോടി രൂപയുടെ ഒരു ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹവും NDയോടൊപ്പം ചേർന്നതിന് ശേഷം ഇങ്ങനെ അല്ലാതായിപ്പോയി. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വാഷിംഗ് മെഷീനായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വർക്ക് ചെയ്യുകയാണ് എന്ന് പറയുന്ന
വലിയ ആരോപണങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ പോലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും ഇൻകം ടാക്സിൻ്റെയും ഒക്കെ അന്വേഷണം നേരിട്ടിട്ടുള്ള ചില ആളുകൾ, അതിപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള ആളുകളടക്കം ആം ആദ്മി പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. കൂടാതെ ഇവരുടെ ഈ പറഞ്ഞ പോലെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ 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 കുറവാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. പക്ഷേ പ്രോസസ് ഇറ്റ്സെൽഫ് ഈസ് എ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അന്വേഷണം തന്നെ ഒരു പണിഷ്മെൻറ്റായി മാറുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, PMLA കേസുകൾ ചാർജ് ചെയ്തുകൊണ്ട് ഒരാൾക്കെതിരെ ഒരു കുറ്റം ചാർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജാമ്യം കിട്ടുക വളരെ വളരെ ശ്രമകരമാണ്. കാരണം അയാൾ ജയിലിനകത്ത് തന്നെ മാസങ്ങളോളം കിടക്കേണ്ടി വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ട, അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. മദ്യനയത്തിൻ്റെ തീരുമാനം ഒരു ഗവൺമെൻറ് നയപരമായി എടുത്തതുമായി ബന്ധപ്പെട്ട് 840-ലധികം വരുന്ന മദ്യഷാപ്പുകൾക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു കേസ് അങ്ങനെ തന്നെ ഉണ്ടാവുകയും ആ കേസ് ഉണ്ടായതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അദ്ദേഹം നിരവധി മാസങ്ങൾ ജയിലിൽ കിടക്കുകയും ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തോൽവികൾ ഉണ്ടാവുകയും ഏതാണ്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് അവർക്ക് പിൻവാങ്ങേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു മുമ്പ് അവർ പഞ്ചാബിൽ ഭരണം പിടിച്ചിരുന്നു. കൂടാതെ നമ്മൾ അറിയേണ്ടത് ഗുജറാത്തിൽ പോലും അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. ഹരിയാനയിൽ പോലും 2-2.5% വോട്ടുകളിലേക്ക് എത്താനൊക്കെ അവർക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഏതാണ്ട് നോർത്ത് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ പടർന്ന് കയറിക്കൊണ്ടിരുന്നൊരു പാർട്ടിയെ വരുതിയിലാക്കാൻ അവർ ആദ്യം ചെയ്തത് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തകർക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെയും പിണറായി വിജയനെതിരെ അത്തരത്തിലുള്ളൊരു പ്രതിച്ഛായ തകർക്കൽ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൃത്യമായിട്ട് അറിയാം, കുഞ്ഞാലിക്കുട്ടിക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്, 50 ലക്ഷം രൂപ 2-3 തവണ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കെല്ലാം അറിയാം, രമേശ് ചെന്നിത്തല ക്യാഷ് മേടിച്ചിട്ടുണ്ട്, VD സതീശൻ ക്യാഷ് മേടിച്ചിട്ടുണ്ട്. കൂടാതെ 40 കോടി രൂപ റവന്യൂ ഇങ്ങോട്ട് വന്നത് കണക്കിൽപ്പെടാതെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റവന്യൂ കണക്കിൽപ്പെടാതെ വന്നതിന് ശേഷം അത് രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനൊക്കെ തന്നെ കൈക്കൂലി കൊടുക്കാനാണെന്ന് കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളോ കണക്കുകളോ ഒന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആരുടെയും വീടുകളിലേക്ക് ചെല്ലുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 16 കോടി രൂപ കരിമണൽ കർത്തയുടെ കമ്പനി CMRL കരിമണൽ കർത്തയും ഒക്കെ തന്നെ മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും കൈക്കൂലി കൊടുത്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അന്വേഷിക്കപ്പെടുന്നില്ല. പകരം അന്വേഷിക്കപ്പെടുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അത് ഈ പറയുന്ന വളരെ ബാങ്കിലൂടെ കൃത്യമായി നടത്തിയിട്ടുള്ള വീണ തൈക്കണ്ടിയിലിൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കുമായി നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനാണ്. ആ ട്രാൻസാക്ഷനിൽ വീണ വിജയനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ പ്രതി ചേർക്കാനോ അല്ലെങ്കിൽ അവരുടെ പുറത്ത് അന്വേഷണം നിർത്താനോ ED തയ്യാറാകത്തില്ലെന്ന് മാത്രമല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് യഥാർത്ഥത്തിൽ അത് മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്കുമൊക്കെ തന്നെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം, അന്വേഷണം നടത്തിയൊന്നും ആരെയും ശിക്ഷിക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. കാരണം ഇതിലൊരു കേസുമില്ലെന്നറിയാം. കാരണം ഇതിലൊരു കള്ളപ്പണത്തിൻ്റെ കേസില്ല. കാരണം കൃത്യമായി ബാങ്ക് അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തൊരു കാര്യമാണ്. അത് വൈറ്റ് മണിയായി ട്രാൻസ്ഫർ ചെയ്തൊരു കാര്യമാണ്. അതിന് GST അടച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇൻകം ടാക്സിൻ്റെ രേഖകളിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തപ്പോൾ കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിയുമെന്നും CPMനെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ കഴിയുമെന്നും അതിനുവേണ്ടി എടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ഇതെന്നും അറിയാവുന്നത് കൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുന്നത്. അല്ലാതെ ഒരു DYFIയുടെ വെസ്റ്റ് ഹില്ലിലെ ചെറിയൊരു മേഖലാ സെക്രട്ടറിയെ വിളിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവുമില്ലെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ തന്നെ അറിയാം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അരവിന്ദ് കെജ്രിവാളിന് സംഭവിച്ചത് എന്തെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തകർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മാസങ്ങൾ, വിലപിടിച്ച മാസങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിൽ കുറ്റവിമുക്തനാക്കിയപ്പോഴേക്കും അദ്ദേഹം നിലംപരിശായിരുന്നു. യഥാർത്ഥത്തിൽ പിന്നീട് അദ്ദേഹത്തിന് ഉയർന്നു വരാൻ കഴിയുമോ എന്ന് പോലും നമുക്കിപ്പോഴും അറിയില്ല. പക്ഷേ രാഷ്ട്രീയമായ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് ഈ പറയുന്ന കേന്ദ്ര സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അത് 2021 മുമ്പ് ശ്രമിച്ചിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ സ്വപ്നപ്രഭ സുരേഷ് ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളും അതുപോലെ ബിരിയാണി ചെമ്പും അതുപോലെ ലൈഫ് മിഷൻ കേസുകളിലുമൊക്കെ തന്നെ ഇതുപോലെ വന്ന് ഇടപെട്ടിരുന്നു. ആ കേസുകളൊക്കെ ഇപ്പം എന്തായി എന്നുള്ളത് ആരും ചോദിക്കുന്നില്ല. ചോദിക്കേണ്ടതാണ്. കാരണം ആ കേസുകളൊക്കെ വിടുമ്പോൾ ഈ കേസുകളിൽ വന്ന് പിടിച്ചിരിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കണം, കൊടകരയുമായി ബന്ധപ്പെട്ട് BJPക്ക് വന്ന പണത്തിൻ്റെ അളവിൽ യഥാർത്ഥത്തിൽ വലിയ കള്ളപ്പണ ഡീലിങ്സ് നടന്നുവെന്ന്
ഏതാണ്ട് ഇപ്പോൾ കേരള പോലീസ് അന്വേഷിക്കുകയും ആ പോലീസ് അന്വേഷണത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഒരു താല്പര്യമില്ലാതാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും. ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ കള്ളപ്പണം ഇല്ലാതാക്കലൊന്നുമല്ല. കാരണം കള്ളപ്പണം ഇല്ലാതാക്കിക്കൊണ്ട് വൈറ്റ് മണിയായി തന്നെ ഇലക്ട്രൽ ബോണ്ടിലൂടെ 6000 കോടി രൂപയിലധികം മേടിച്ചിട്ടുള്ളത് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. അവർ സാന്റിയാഗോ മാർട്ടിൻ്റെ നിന്ന് പണം മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ MEIL എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയതെന്നേ ഉള്ളൂ. പകരം സിക്കിമിലൊക്കെയുള്ള നിരവധി മെഡിക്കൽ കമ്പനികൾ, അതായത് ഈ പറഞ്ഞ പോലെ മരുന്ന് കമ്പനികൾ, അവരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ അവരുടെയൊക്കെ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ചു എന്ന് പോലും ആരോപണമുള്ളവരിൽ നിന്നൊക്കെ തന്നെ ഈ ഡിജിറ്റൽ വിഷൻ ഫാർമ പോലെയുള്ള കമ്പനികളിൽ നിന്ന് സിപ്ലാക് എന്ന് പറഞ്ഞ കമ്പനി, അത് പിന്നെ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ ഉള്ള കമ്പനിയാണ്. ഇത്തരം കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സംഭാവന മേടിച്ചവർ, അത് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നവർ, ഇലക്ഷന് വേണ്ടി കള്ളപ്പണമായി 400-450 കോടി രൂപ കേരളത്തിലടക്കം ചെലവാക്കി എന്ന് പറയുന്ന ആരോപണമുള്ളവർ, അവരുടെ പ്രതിബദ്ധത കൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു 1.25 കോടി രൂപയെ അന്വേഷിക്കാൻ വേണ്ടി വന്നത് എന്നൊക്കെ വിചാരിക്കുന്ന പാവം കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്കൊരു മറുപടി കിട്ടും. കാരണം കേരളത്തിൽ ഏറ്റവും വലിയ ഹിന്ദുക്കൾ കൂടുതലായി വോട്ട് ചെയ്യുന്നത് CPM തന്നെയാണ്. ആ CPM ഇല്ലാതാക്കുകയും രാഷ്ട്രീയമായി ആ സ്പേസിലേക്ക് കയറാൻ BJPക്ക് കഴിയുമോ എന്നുള്ള ഒരു പരിശ്രമം നടത്തുന്നതിന് BJPയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലുള്ള ഒരു ഈ പറഞ്ഞ പോലെ ജഗപുക ഉണ്ടാക്കുന്നതും ഒരു കാവടിയാട്ടം നടത്തുന്നതും.